അപ്പോൾ വി ആർ ബാക്ക് വിത്ത് ഓണ രുചി വിത്ത് രാജ് കലേഷ്. കലേഷ് ഏട്ടാ, അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി? ഇന്ന് എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരി എന്ന് പറയാൻ പറ്റുമോ, മോര് കാച്ചി എന്ന് പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ്റെ റെസിപ്പിയാണ്. ഈ തിരുവോണ ദിവസം ഭയങ്കര ഹറി ആയിട്ടാണല്ലോ അമ്മ ഇത് ചെയ്യുന്നത്. അപ്പോൾ അമ്മ കൂട്ടിയാൽ ചിലപ്പോൾ കൂടില്ല. അപ്പോൾ അച്ഛനും അന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങി നിൽക്കും. അച്ഛൻ ഇപ്പോഴും ഈ റെസിപ്പി ചെയ്യും. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു റോ ടേസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ തൈര് ഒരുപാട് ഇപ്പം കാളനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് തൈര് കുറുക്കി വറ്റിച്ചാണ് ഇപ്പം മലബാർ സൈഡിലൊക്കെ കാളൻ ഉണ്ടാക്കുന്ന കട്ടിക്കാളൻ. പക്ഷെ ഇങ്ങോട്ട് വരുന്തോറും ഇത് ലൂസായി ഇവിടെ പുളിശ്ശേരിയാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് തൈര് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് മോരാക്കി വെച്ചേക്കാം. ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട്, ഈ കറിക്ക് എത്രയാണോ പാകത്തിന് ഉപ്പ് വേണ്ടത് ആ ഉപ്പ് ഇട്ട് ഈ തൈരൊന്ന് അടിച്ച് അതിനകത്ത് വെള്ളവും ചേർത്ത് മോരാക്കി വെച്ചേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ തിളപ്പിക്കുന്നതും കൂടിയില്ല. ഈ ചട്ടി ചൂടാവുന്നതിൻ്റെ ഇതിനകത്ത് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഈ തൈരാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചട്ടിയുടെ ചൂടിലാണ് ഇത് ഇരുന്ന് സെറ്റ് ആവുന്നത്. ഓക്കെ, തുടങ്ങാം. അച്ഛൻ്റെ കയ്യിൽ നിന്നാണോ അപ്പോൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ ഇത് കിട്ടിയത്? അങ്ങനെ പറയാൻ പറ്റില്ല. ആ സമയത്തൊന്നും ഞാൻ കാര്യമായിട്ട് കുക്കിങ്ങിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ, അച്ഛൻ ഗൾഫിലായിരുന്നു ആദ്യം, പിന്നീടാണ് അച്ഛൻ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഓണത്തിൻ്റെ ഈ വൈബൊക്കെ വരാൻ തുടങ്ങിയത്. അച്ഛൻ ഇപ്പോഴും ഗംഭീരമായിട്ട് കുക്ക് ചെയ്യും. അച്ഛൻ്റെ ചിക്കൻ കറിയൊക്കെ ഉഗ്രനാണ്. ഓണത്തിൻ്റെ ഇടയ്ക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഗംഭീര ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് അച്ഛൻ ചിക്കൻ കറി വെക്കുന്നത്. ആ ചിക്കൻ കറി നമ്മൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അത് അച്ഛൻ മാത്രം. അച്ഛൻ ഇവിടെ വരുമ്പോഴും ചിലപ്പം അച്ഛനെ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യിപ്പിക്കും. അച്ഛനാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. മീൻകറിയും ഭയങ്കര ടേസ്റ്റാണ്. ലേലുവല്ലു ഓണത്തിൻ്റെ ഇടയ്ക്ക് ഫുഡ് കച്ചവടത്തിലേക്ക് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടെ ചൂട് അപ്പുറത്തേക്കുണ്ട്. ഇത് കുറച്ചുകൂടെ തീയുണ്ട്. നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്ത് കടുക് പോലും ഇല്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കുക്കിംഗ് സ്റ്റൈലാണിത്. ഇതിനകത്ത് കടുകില്ല. കടുകിന് പകരം ജീരകമാണ് ചേർക്കുന്നത്. ജീരകം, ഹോൾ ജീരകം തന്നെ ചേർത്താൽ മതി. ജീരകവും വെളുത്തുള്ളിയാണ്. അതിനകത്ത് വെളുത്തുള്ളിയുടെ ഫ്ലേവറിലാണ് ഈ കൂട്ടാൻ മുഴുവൻ. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇതൊരു 5 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഈ 5 അല്ലി വെളുത്തുള്ളിയിലാണ് ഇതിന് ടേസ്റ്റ് മുഴുവൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എണ്ണയിലേക്ക് ഇടുന്നത് ഇതാണ്. ഒന്ന് മൂത്തിട്ട് നമുക്ക് ജീരകം ഇടാം. ജീരകം പെട്ടെന്നാവും. നോർത്തിലൊക്കെ സ്ഥിരം ഈ ജീരകമല്ലേ താളിച്ചിടുന്നത്? അതെ, നമ്മുടെ കടുകിന് പകരം. അതെ, ഒരു നോർത്ത് എന്നുള്ള ഒരു ഇല്ല. അച്ഛൻ നാടൻ രീതിയാണ്. അച്ഛൻ നോർത്തുമായിട്ടൊന്നും കണക്ഷനും ഇല്ല. ഇതെനിക്ക് തോന്നുന്നു അച്ഛൻ ഗൾഫിൽ നിന്നപ്പോൾ എവിടെന്നോ ഉഡായിപ്പ് പരിപാടി പഠിച്ചാണ്. അല്ലേ, സീരിയസ് ആയിട്ട് ഇത് ഏറ്റവും ഇത് നമുക്കൊരു ഇൻസ്പിറേഷനൂടെ തരുന്ന ഡിഷാണ്. ഇത്രയും ടേസ്റ്റ് ഉള്ള മോരുകറി ഞാൻ അപൂർവമായിട്ടേ കഴിച്ചിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസ് കുറവാണ്, കുക്കിംഗ് ടൈം കുറവാണ്. ഈ കടുക് താളിക്കുന്ന ഇതിപ്പോൾ വേറെ പാത്രമായിരുന്നെങ്കിൽ, ഇപ്പോൾ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രമാണെങ്കിലൊക്കെ പെട്ടെന്നാവും. ഇതിപ്പം കട്ടിയുള്ള മൺപാത്രം ആയതുകൊണ്ടാണ് ഇത് ഇത്തിരി സമയം എടുക്കുന്നത്. അത്യാവശ്യം നല്ല തീയുണ്ട് ഇതിന്, കുഴപ്പമില്ല. സമയത്ത് നമുക്ക് ജീരകം മൂത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കറിവേപ്പില, വറ്റൽമുളക്,
കാര്യമായിട്ട് തിളയ്ക്കുന്നു. യെസ്, ഈ സമയത്ത് തീ കുറച്ചിട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കഴിഞ്ഞു. ഇത്ര പരിപാടിയുള്ളൂ. ഇനി നമ്മുടെ അതിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അല്ലേ? ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ചെറിയ തീയില വെച്ചേക്കാം. ചെറിയ തീയില വെച്ചേക്കുന്നത്. ഈ ചട്ടിയുടെ ചൂട് മതി, സെറ്റാണ്. തിളക്കരുത്. സിമ്പിൾ. നല്ല മണമുണ്ട്. അപ്പോൾ ഈ ചൂടിൽ ഇത് അടച്ച് വെക്കണമെന്നാണ് അതിൻ്റെ നിയമം. ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോൾ കൃത്യമായി സെറ്റായിരിക്കും. നല്ല ടേസ്റ്റുമാണ്. ഇതും ചോറും ചമ്മന്തിയും ഉണ്ടെങ്കിൽ പൊളിയാണ്. വേണമെങ്കിൽ കഴിച്ചു നോക്കാം. ചൂടില്ല. സൂപ്പർ. ഒരു പ്രത്യേക ഇതിന് മുന്നേ ഉള്ളതാണ് ഏതാ നല്ലതെന്ന് പറയുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇഞ്ചി തൈര്. ഇതിനകത്ത് ഈ തൈര് ചൂടാവുന്നില്ല എന്നുള്ളത് ഒരു ഗുണമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എപ്പോഴും നമ്മുടെ വയറിന് നല്ല ബാക്ടീരിയസിനെ കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാളനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയസ് പിന്നെ നിലനിൽക്കുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതിനകത്ത് ഉറപ്പായിട്ടും ബാക്ടീരിയസ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഒന്ന് ചൂടാവുമ്പോൾ ബാക്ടീരിയസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. തിളയ്ക്കുന്നില്ല, പതയുന്നില്ല, ഒന്നുമില്ല. ഇത് ആ ചട്ടിയുടെ ചൂടിലാണ് ഇരിക്കേണ്ടത്. ഈ സമയത്തൊന്ന് അടച്ചു വയ്ക്കാനുണ്ട്. ഞാൻ പാത്രം എടുക്കാത്തതുകൊണ്ട് അടയ്ക്കുന്നില്ല. ഇതാണ് ഡിഷ്. വെളുത്തുള്ളിയുടെ സ്വാദും അതിൻ്റെ വെളുത്തുള്ളിയുടെ സ്വാദാണ് ഈ പുളിശ്ശേരി എന്ന് പറയും. മോര് കാച്ചിയതെന്നോ പുളിശ്ശേരിയെന്നോ എന്ത് പറഞ്ഞാലും ആ വെളുത്തുള്ളിയുടെ സ്വാദ്, ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും സ്വാദാണ് ഇതിന്. അത് ആകെ 4 അല്ലിയോ 5 അല്ലിയോ വെളുത്തുള്ളി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവറിലാണ് ഇതിൻ്റെ ബലം, അതിൻ്റെ ഫ്ലേവറിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വള്ളുവനാടൻ ഡിഷായിരുന്നു. ഇഞ്ചി തൈരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പുളിയിഞ്ചിയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അച്ഛൻ്റെ ഒരു പുളിശ്ശേരിയെന്നോ മോര് കാച്ചിയെന്നോ പറയാം. സദ്യക്ക് വിളമ്പാൻ പറ്റിയ സാധനമാണ്. സദ്യക്ക് നമ്മളെല്ലാം ഓണത്തിനും കഴിക്കുന്നതിൻ്റെ ഓർമ്മ എനിക്ക് പെട്ടെന്ന് നമ്മുടെ എപ്പിസോഡിൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ, ഈ ഓണരുചിയുടെ എപ്പിസോഡിൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇതെങ്ങും ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഉഗ്രം സാധനം. ഇതും ചോറും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന കാസർഗോഡേക്കാണ്. ഇനി നമ്മൾ ഏകദേശം 560 കിലോമീറ്റർ അകലേക്ക് പോകണം. കാസർഗോഡുകാരുടെയാണ് സാധാരണ പെരക്കെന്ന് പറയും. പെരക്കെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. മാങ്ങ പെരക്കെന്ന് പറയും. നല്ല ടേസ്റ്റ്. കക്കരിക്ക പെരക്കെന്ന് പറയും. കിച്ചടി നമ്മുടെ പച്ചടി പോലെ ഉള്ളൊരു സാധനമാണ്. പക്ഷെ സിമ്പിൾ പ്രിപ്പറേഷനാണ്. കുക്കിംഗ് ഇല്ല, കടുക് താളിക്കൽ മാത്രമേ ഉള്ളൂ. ഇതിലാണോ? തൈരിലാണോ? തൈരില്. അടിപൊളി. പെരക്ക് കാസർഗോഡ് പെരക്കുണ്ടാക്കാം. കക്കരിക്ക പെരക്ക്. അപ്പൊ നമ്മുടെ പെരക്ക്. അത് ഒരു മിനിറ്റ്, അതിന് മുന്നേ ഇതെന്താണ്? നേരത്തെ കണ്ടപ്പോഴേ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. ഇത് ശരിക്കും സദ്യ വിളമ്പാൻ ഉപയോഗിക്കുന്ന കോരിയാണ്. വെള്ളോടിൻ്റെ ആണ്. അപ്പോൾ കുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന വെള്ളോടിൻ്റെ പാത്രമാണ്. അത്യാവശ്യം പഴയതാണ് എന്ന് വെച്ചാൽ ഒരു 100 മേലെ വർഷം പഴക്കമുണ്ടാവും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുട്ട പൊരിക്കാൻ ഇതുപോലത്തെ ഒരു ഇതിനകത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്തൊരു മുട്ട പൊരിച്ചു തരാം. ഉഗ്രൻ ടേസ്റ്റാണ്. ഇതിനകത്ത് മുട്ട പൊരിച്ചാൽ സാധാരണ നമ്മളെ ചീനച്ചട്ടിയിലും മറ്റേ
നമ്മുടെ ഇച്ചിരി ഒരു ചെറുത് നോൺ സ്റ്റിക്ക് ശരിക്കും കുറവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെയാണ് കൂടുതൽ. ഒന്നുകിൽ ഓട്ടുപാത്രം, മൺചട്ടി, ചീനച്ചട്ടി, പിന്നെ കൂടിയാൽ സ്റ്റീലിന്റെ പാത്രങ്ങൾ, അങ്ങനെ. നോൺ സ്റ്റിക്ക് കുറവാണ്. ഇതിലാണ് നമ്മുടെ പെരക്കിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ കക്കരിക്കാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ട്. ഇത് തേങ്ങയും ജീരകവും കടുകും പച്ചമുളകും ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കടുക് താളിച്ചിടുമ്പോഴും ഉണ്ട്, പച്ചക്കടുക് അരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കടുകുണ്ട്, ജീരകമുണ്ട്, തേങ്ങയുണ്ട്, പച്ചമുളകുണ്ട്. ഇത്രയും സാധനങ്ങൾ. ഇത് നന്നായിട്ട് അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒന്ന് പിടിച്ചാൽ മതി. ഈ പെരക്കിൽ അത് കടിക്കണം. അപ്പോൾ ഇത് നമുക്ക് ചേർക്കാം. പെരക്കെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇതിന് കുക്കിംഗ് ഇല്ല. ഈ ചില ആൾക്കാർ കക്കരിയുടെ നീര് പിഴിഞ്ഞ് കളയാറുണ്ട്. കക്കരിയുടെ നീര് പിഴിഞ്ഞ് കളഞ്ഞാൽ പിന്നെ അതിന് ഒരു ഗുണമില്ല, അതിൻ്റെ ചണ്ടി മാത്രമേ ഉള്ളൂ. അപ്പം നീര് പിഴിഞ്ഞ്, അഥവാ ഈ നീര് കളയണം എന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കാനായിട്ട് വെള്ളം ചേർക്കുന്നതിൻ്റെ ആ വെള്ളവും കൂടെ ചേർത്തിട്ട് തേങ്ങ അരച്ചാൽ. കുറച്ച് തേങ്ങ ഇടാം. കുറച്ച് 2 കക്കരി എടുത്തിട്ടുള്ളൂ, ചെറിയ കക്കരിയാണ്, സാലഡ് കക്കരിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് അല്പം തേങ്ങ, ഇത് മതി, ഇത്രയും മതി. ഇനി കട്ട തൈരാണ്, ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല. ഇനി ഉപ്പ് കൂടിയേ ചേർക്കാനുള്ളൂ. അത്രേ ഉള്ളൂ, ഉപ്പും കൂടെ ഉള്ളൂ. നമുക്ക് ടേസ്റ്റിനും ഒരല്പം കൂടി വേണമെങ്കിൽ തൈര് ചേർക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഡിഷ് റെഡി. ഇതൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നതായിരിക്കും, ഈസി ആയതുകൊണ്ട്. ഇല്ല, ഇത് അങ്ങനെ സ്ഥിരം ഉണ്ടാക്കുന്ന സാധനമല്ല. പെരക്ക് കാസർഗോഡിന്റെ ഒരു സാധനം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇതിനകത്തൊരു രാഷ്ട്രീയവും കൂടെ ഉണ്ട്. ഈ നമ്മൾ കണ്ണൂർ വരെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. കാസർഗോഡുകാരെ നമ്മൾ പലപ്പോഴും മൈൻഡ് ചെയ്യാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ കാസർഗോഡ് കേരളത്തിലുള്ള ജില്ല അല്ലേന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം കാസർഗോഡുകാരനോ ഒരു പ്രത്യേക മനോഭാവമാണ്. അവർക്കൊരു പ്രോപ്പറായിട്ടൊരു മെഡിക്കൽ കോളേജ് ഇല്ല. അവർ മെഡിക്കൽ കോളേജിലൊക്കെ പോകണമെങ്കിൽ പിന്നെ കണ്ണൂർ, ഒന്നുകിൽ കണ്ണൂരേക്ക് വരണം, അതല്ലെങ്കിൽ മംഗലപുരത്തേക്ക് പോയിട്ടൊക്കെയുള്ള പരിപാടിയാണ് അവർക്കുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കാസർഗോഡ് ഡിഷ് കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനെയും പകരം വീട്ടല്ലോ. കടുക് താളിച്ചിട്ട് ഈ പെരക്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സംഗതി റെഡി. ഡിഷ് റെഡി. ഓണസദ്യയിൽ ഏതെങ്കിലും ഇത്രയും സിമ്പിളായിട്ടുള്ള ഡിഷ് ഉണ്ടാവും? ഇല്ല, സത്യമായിട്ടും. കക്കരിക്ക ഗ്രേറ്റ് ചെയ്തെടുക്കുക, പിന്നെ ഒരല്പം തേങ്ങ, ഒരു 4 സ്പൂൺ തേങ്ങയും, ഇത് തേങ്ങ അധികം ആവാൻ പാടില്ല. തേങ്ങ, കടുക്, ജീരകം, പച്ചമുളക്, ഇത് പിന്നെ അരച്ചെടുക്കുക. കട്ട തൈര് ചേർക്കുക. ഇത് തൈര് പോലും കടഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് താളിക്കുക, മിക്സ് ചെയ്യുക. ഈ കക്കരിക്ക് പകരം എന്തൊക്കെയായിരുന്നു യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ മാങ്ങ പെരക്കുണ്ടാക്കാം, പച്ചമാങ്ങ പെരക്കുണ്ടാക്കാം. പിന്നെ വെള്ളരിക്ക കൊണ്ട് പിന്നെ പെരക്കുണ്ടാക്കാം. വെള്ളരിക്കയുടെ പ്രത്യേകത കയ്പുണ്ടോയെന്ന് ആദ്യം കഴിച്ചു നോക്കിയിട്ടേ വെള്ളരിക്ക ഇതിനകത്ത് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കയ്പുള്ള പോർഷൻ ചിലപ്പോൾ കുരുവിൻ്റെ പോർഷൻ ആയിരിക്കും, ചിലപ്പോൾ സ്കിന്നിൻ്റെ പോർഷൻ ആയിരിക്കാം. അത് ഏതാണെന്ന് നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സേഫായിട്ട് എഴുതി. സാലഡ് കക്കരിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇനി ഇതിന് വലിയ ചൂടൊന്നുമില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കക്കരിക്കപ്പരക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്.
സിമ്പിൾ. ഇത് വെറുതെ തന്നെ കഴിക്കാം. അതെ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കക്കരിക്ക പെരക്ക് ലോ കാലറിയാണ്. ഇതിനകത്ത് കാലറി വളരെ കുറവാണ്. ഇത് എക്സ്പെക്ട് ചെയ്യില്ല, ഇതിൽ ആ തേങ്ങയുടെ സാധനം കിട്ടുമ്പോഴാണ് ഓർക്കുന്നത് ഇതിൽ തേങ്ങ ഉണ്ടെന്ന് ഓർക്കുന്നത്. അത് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ നമ്മുടെ സാധനം കിച്ചടിയൊക്കെ ഓർമ്മ വരുള്ളൂ, പക്ഷെ കഴിച്ചു വരുമ്പോഴാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പെരക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. വയറ് പെട്ടെന്ന് ഫുള്ളാവും, പക്ഷേ അതിനകത്ത് കാലറി വളരെ കുറവാണ്. തേങ്ങയൊക്കെ കുറച്ചിട്ടാൽ മതി. ഒരു 4 സ്പൂൺ തേങ്ങ ഇട്ടാൽ മതി. ഒരു 2 കക്കരി എടുക്കുകയാണെങ്കിൽ ഒരു 4 സ്പൂൺ തേങ്ങ ഇട്ടാൽ മതി. അതാണ് ഒരു കണക്ക്. 1 കപ്പ് തൈരും അതിനകത്തേക്ക് ചേർക്കാം. തൈരിൻ്റെ അളവ് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. തൈരിലും വലിയ കാലറി ഒന്നുമില്ല. ഇതിനെല്ലാം റോ ടേസ്റ്റ് ഉണ്ട്. തേങ്ങയുടെ റോ ടേസ്റ്റ് ഉണ്ട്, കക്കടി അതിൻ്റെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്വാദം, നല്ല ടേസ്റ്റാണ്. രസമുണ്ട്. കുറച്ച് കൊടുത്തട്ടെ. ഇതിന് കാലറി കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും കഴിച്ചു നോക്കണം തോന്നി. ഇത് ഈ കാസർഗോഡ് സ്പെഷ്യൽ എങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ കിട്ടിയതാണോ അതോ ആണോ? എൻ്റെ ആദ്യത്തെ ഷോ ഉണ്ട്, ടേസ്റ്റ് ഓഫ് കേരള. എനിക്ക് തോന്നുന്നു 2005-2006 നമ്മൾ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ട്. അപ്പോൾ അവരുടെ ഓണക്കാല ഡിഷാണ്. കാസർഗോഡുകാരുടെയും പ്രത്യേകത നോൺ വെജ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. സദ്യയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ കറി ഉണ്ടാവും, ചിലപ്പോൾ മട്ടൻ കറി ഉണ്ടാവും, ചിക്കൻ ഫ്രൈ ഉണ്ടാവും. അങ്ങനെ പിന്നെ കാസർഗോഡുകാർ ചിക്കൻ സുക്ക, മട്ടൻ സുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കാസർഗോഡിൻ്റെ മാത്രം സ്പെഷ്യലാണ് സുക്ക. മംഗലപുരം സൈഡിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ സുക്ക ഉണ്ടാവും, മീൻ ഫ്രൈ ഉണ്ടാവും ചോറിൻ്റെ കൂടെ. പക്ഷേ തൊടുകറികൾ കുറവായിരിക്കും. അപ്പോൾ കാസർഗോഡുകാരുടെ മെയിൻ ഒരു ഐറ്റമാണ് ഈ പെരക്കെന്ന് പറയുന്നത്. പെരക്കില്ലാതെ സദ്യയില്ല. സിമ്പിളാണ്, ലോ കാലറിയാണ്. ഇത് കുറച്ച് അധികം കഴിച്ചാൽ പോലും ഒരു പ്രശ്നമില്ല, ഭയങ്കര ലൈറ്റ് ആണ്. അതെ. അത് ഈ ട്രാവൽ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുള്ള വേറെ ഏതെങ്കിലും കിടലിന് റെസിപ്പി ഉണ്ടോ ഇതുപോലെ? ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ? എനിക്ക് കൂടുതൽ നമുക്ക് അന്നത്തെ ഒരു റേറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം വെജ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റേറ്റിംഗ് കുറവായിരിക്കും, നോൺ വെജ് ചെയ്യുകയാണെങ്കിൽ റേറ്റിംഗ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ നോൺ വെജ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപൂർവമായിട്ട് അതെ, അപൂർവമായിട്ട്. പക്ഷെ ഈ പിന്നെ വടകരക്കാര് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷുണ്ട്. ഞാൻ ഇത് ഓണത്തിന്റെ ഭാഗമല്ല കേട്ടോ, അറിവിലേക്കായിട്ട് പറയാണ്. ഞാൻ കഴിച്ചതിൽ ഏറ്റവും ഗംഭീരമായൊരു വിഭവമാണ്. ഈ വിഭവം സ്ത്രീകൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന വിഭവമല്ല. ഈ വിഭവം പുരുഷന്മാർ ഒന്നുകിൽ എന്തെങ്കിലും ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കായും കോഴി ഉണ്ടാക്കാന്ന് പറയും. എന്താണെന്ന് അറിയാം? കായും കോഴി, നേന്ത്രക്കായും, വളവിടാത്ത നേന്ത്രക്കായും, നാടൻ കോഴി ഒരു ഓട്ടുരുളിയിൽ പച്ച മടൽ വെട്ടിയിട്ടാണ് അത് ഇളക്കിയെടുക്കുന്നത്. ഇതിനകത്ത് മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. കായും കോഴിയാണ് പ്രധാന ഇൻഗ്രീഡിയൻസ്. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തിട്ട് പച്ച മസാലയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗംഭീര സാധനം. ഇത് കോഴി ഏത് കായ ഏതെന്ന് പറ്റാത്ത രീതിയിൽ ഇത് അലിഞ്ഞു ചേരും. ഇത് ബ്ലെൻഡാവും, എന്നിട്ട് ഇത് കഴിക്കണം. ഇതൊരു മീല കംപ്ലീറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ നാട്ടിലെയും ഓരോ വിഭവങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും അടുത്ത ഔട്ട്സൈഡ് കേരള ആണെങ്കിലോ? ഔട്ട്സൈഡ് കേരളയും പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്, കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫുട്പാത്ത് എന്ന് പറയുന്ന ഷോ ചെയ്യുന്ന സമയത്ത് 17 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നെ യൂറോപ്പിൽ പറന്ന് ഞാൻ മാത്തുക്കുട്ടിയും അതിൻ്റെ പ്രൊഡ്യൂസർ ദിവ്യയായിരുന്നു. അതും ഓൾമോസ്റ്റ് ഒരു 10 രാജ്യങ്ങൾ യൂറോപ്പിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. മൊത്തം 54 രാജ്യങ്ങളായി. അടിപൊളി. ഇനി ഏതെങ്കിലും ലൈനപ്പ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ജപ്പാൻ പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമുള്ള ഒരു രാജ്യമാണ്, പക്ഷേ ഇതുവരെയും പറ്റിയിട്ടില്ല. ചൈന ബക്കറ്റ് ലിസ്റ്റിലുള്ള രാജ്യമാണ്, പക്ഷെ പറ്റിയിട്ടില്ല ഇതുവരെ പോകുന്നത്. അതായത് നമുക്ക് ഇങ്ങോട്ടുള്ള കൺട്രീസ് ഒന്നും പറ്റില്ല, ഏഷ്യൻ കൺട്രിയാണ്. യൂറോപ്പൊക്കെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. കുറേ പ്രാവശ്യം യൂറോപ്പ് പോകാൻ പറ്റിയിട്ടുണ്ട്. സോളോ ട്രിപ്പായിട്ടും, അല്ലെങ്കിൽ ഞാനും മാത്തുക്കുട്ടിയും കൂടെ ആയിട്ടും, അല്ലെങ്കിൽ ഞാനും ദിവ്യയും മക്കളുമായിട്ടും ഒക്കെ യൂറോപ്പ് പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി എല്ലാ കൺട്രീസും കവർ ചെയ്തിട്ടുണ്ടാവും. യൂറോപ്പിലെ ഓൾമോസ്റ്റ്
വളരെ അപൂർവം കൺട്രീസിലേക്ക്. ലിസ്റ്റൻസ്റ്റൈൻ പോയിട്ടില്ല, പിന്നെ നോർവേ പോയിട്ടില്ല. അങ്ങനെ കുറച്ച് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഇനി കാണുന്നുള്ളൂ. മൊത്തം 54 രാജ്യങ്ങൾ ഫുഡ് എക്സ്പ്ലോറേഷൻ ആയിരിക്കും ആണ്. ഫുട്പാത്തിന് പോയ സമയത്ത് ഫുഡ് തന്നെയായിരുന്നു മെയിൻ. പിന്നെ യൂറോപ്പിൽ പറഞ്ഞാലും നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്ലസ് ഫുഡായിരുന്നു. എന്നാൽ ഫുഡിന്റെ ഒരു വലിയ എലമെന്റ് ഉണ്ടായിരുന്നു. പാർട്ട്ണറും കൂടെ ഉള്ളതുകൊണ്ട്, ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് അത്രയും രസമായിരുന്നു. അതെ. ദിവ്യ ഞാനും മക്കളും അല്ലാതെയും ട്രാവൽ ചെയ്തിട്ടുണ്ട് യൂറോപ്പിലേക്ക്. അതും ഫുഡ് യാത്ര തന്നെയാണ്. ഷൂട്ടിംഗ് ഇല്ലാന്നേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ഫുഡീസാണ്. കുട്ടികൾ എങ്ങനെയാണ്? കുട്ടികളുടെ ഒരു സ്റ്റൈൽ ഈ ഭാഗ്യത്തിന് സാധാരണ ഇപ്പം നമ്മുടെ മക്കളൊക്കെ ശീലിച്ചിരിക്കുന്ന ചോറും ഇതൊക്കെ തന്നെയല്ലേ തിന്ന് ശീലിച്ചേക്കുന്നത്. പക്ഷെ അവരവിടെ പോകുമ്പോഴത്തേക്ക് ചോറ് വേണമെന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ലക്ഷ്യം പറഞ്ഞിട്ടില്ല. ദർശ ചെറുതായിരുന്നു, അവനും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണോ കഴിക്കാൻ കിട്ടുന്നത് അത് കഴിക്കും. ഇന്ത്യൻ ഫുഡ് തേടിപ്പോയിട്ടൊന്നുമില്ല. ഞാൻ യൂഷ്വലി ഇപ്പം സൗദി അറേബ്യയിലാണ് പോകുന്നതെങ്കിൽ സൗദി ഫുഡ് കഴിക്കുള്ളൂ. ദുബായിൽ പോകുമ്പോൾ മാത്രം ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫുഡ് നമുക്ക് ദുബായിലാണ്. ഒരു പക്ഷേ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും നല്ല സദ്യ, കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും നല്ല ബിരിയാണിയൊക്കെ ദുബായിലാണ്. ദുബായ് ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് എല്ലാ ഹോട്ടലുകാരും ശ്രമിക്കുന്നത്. പിന്നെ എനിക്ക് ഈ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും ഫുഡിന് ഇഷ്ടപ്പെട്ട നാട് സൗദി അറേബ്യയാണ്. കബ്സ, മജ്ബൂസ്, പിന്നെ ഈ യമനി കുറേ ഡിഷുകൾ അവിടെ കിട്ടും. പിന്നെ മദ്ഹൂദ്, മദ്ബി, അങ്ങനെ കുറേ ഡിഷുകൾ. റൈസും മീറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. റൈസും ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഈ പേര് മാറ്റമൊക്കെ വരുന്നത്. ഏറ്റവും ഗംഭീരമായിട്ട് സെർവ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് ഈ സൗദി ആൾക്കാർ. അത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒറ്റ പ്ലേറ്റിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ 8 പേരുണ്ടെങ്കിൽ 8 പേരും ആ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കണം. അതാണ് അവരുടെ പിന്നെ വേണമെങ്കിൽ അവർ സെപ്പറേറ്റ് പ്ലേറ്റൊക്കെ തരും. പക്ഷേ അതിൽ കഴിക്കുന്നതിൻ്റെ ഒരു വൈബും ഉണ്ട്. പിന്നെ ഇത് നല്ല ചൂടിലാണ് സെർവ് ചെയ്യുന്നത്. വളരെ ഹൈജീനിക്കായിട്ടാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ നല്ല ആ മീറ്റിൻ്റെ ക്വാളിറ്റി ഉഗ്രനാണ്. റൈസിൻ്റെ ക്വാളിറ്റി ഉഗ്രനാണ്. ആ തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇവൻ മന്തി ആണെങ്കിൽ പോലും സൗദിയിൽ നിന്ന് കഴിക്കുന്ന മന്തിയുടെ 7 അയലത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചാൽ പറ്റില്ല. സത്യത്തിൽ നമ്മൾ റൂട്ട് മാറി പോണ്ടിച്ചേരിയിലേക്ക് എത്തിയെന്ന്. നമ്മൾ ഓണത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ സൗദി അറേബ്യയിൽ പോയി, മന്തി പോയി, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാ. ന്യൂസ് 18 കേരളയുടെ പ്രേക്ഷകർ ക്ഷമിക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ഓണം കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.